നമസ്കാരം. പ്രമോ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുക്കിംഗ് ബേസിക് ആയിട്ടുള്ളൊരു ടിപ്സാണ്. അതായത് നമുക്ക് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഒക്കെ പലർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്കുള്ള ചിക്കൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 1200 ഗ്രാം വലിപ്പം തൂക്കമുള്ള ഒരു ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് വലുപ്പമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിനുള്ള ചിക്കൻ എങ്ങനെ നമുക്ക് ആ രീതിയിൽ വേവിച്ചെടുക്കാം, അതിൻ്റെ ചിക്കൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ചിക്കൻ മുങ്ങാൻ ആവശ്യമുള്ളൊരു വെള്ളം വെച്ച് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള കോഴീനെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം കോഴി മുങ്ങാനുള്ള വെള്ളം നമുക്ക് അതിലുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ വേവാൻ കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വേവേണ്ട ടൈമിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അതിനെ ഇറക്കി വയ്ക്കും. നമ്മുടെ ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ആണ്, കുറച്ച് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ലെഗ് മാത്രം എടുത്താലോ, അല്ലെങ്കിൽ എത്രയും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അതിൻ്റെ ചിക്കൻ അത്രയും എടുക്കണം എന്നില്ല. നമുക്ക് എത്രയാണ് ആവശ്യം ഈ രീതിയിൽ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ എടുത്തിട്ട് ഒന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലൊക്കെ പെട്ടെന്ന് നമുക്ക് വേറെടുത്തി മീറ്റ് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ അതിനെ ചെറുതായിട്ട് നൂഡിൽസ് ആണെങ്കിൽ നീളത്തിലും ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ചോപ്പ് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൽ എങ്ങനെയാണ് ചിക്കൻ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അത് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.